ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം പൂജകളെല്ലാം ഭംഗിയായി അവസാനിപ്പിച്ചു എന്ന സമാധാനത്തിൽ വീട്ടിലെത്തിയ ഗോകുലും അർച്ചനയും വീട്ടുകാരോടൊപ്പം അവരുടെ പഴയ ആ റുട്ടീൻ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ രാവിലെ ചായയുമായി മുറിയിലേക്ക് കയറി വരികയായിരുന്നു ശിശിര. ശിശിര ചായയുമായി അകത്തേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ച കണ്ട് ശിശിര ഭയന്ന് ഞെട്ടിത്തെറിച്ചു നിന്നു. തൻ്റെ മുന്നിൽ പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് പഴയ ആ CI ആയി രാജീവ് നിൽക്കുന്ന കാഴ്ച കണ്ട് അമ്പരന്ന് നോക്കുകയാണ് ശിശിര. ഇത് കണ്ടതോടെ രാജീവ് കാര്യമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ശിശിര പറഞ്ഞു, രാജീവേട്ട, ഒരു മുന്നറിയിപ്പ് പോലും എനിക്ക് തന്നിരുന്നില്ലല്ലോ. രാജീവേട്ടന് ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. അതെ, നിങ്ങളെ എല്ലാവരെയും പെട്ടെന്നൊന്ന് സർപ്രൈസ് ആക്കണമെന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. തിരിച്ച് വീണ്ടും താൻ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളിലൊക്കെ വലിയ അതിശയം ഉണ്ടാക്കണമെന്ന് ഞാൻ ഒത്തിരി കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം ആരോടും പറയാതിരുന്നതെന്ന്. എന്തായാലും ഒരു പോലീസുകാരൻ, യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ പല്ല് കൊഴിഞ്ഞ സിംഹത്തെയും പുലിയെയും പോലെയൊക്കെയാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശിശിര പെട്ടെന്ന് താൻ രാജീവിനോട് കാണിച്ച അതൃപ്തിയും അകൽച്ചയും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ഓർത്തു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശിശിര ചോദിക്കുമ്പോൾ, പറയേണ്ടിയിരുന്നില്ല. നിന്റെ പ്രവൃത്തിയിൽ നിന്ന് എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ചലനശേഷിയും സംസാരശേഷിയും മാത്രമേ കുറവ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബുദ്ധിക്ക് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല എന്ന് ദേഷ്യത്തോടെ രാജീവ് പറയുമ്പോൾ താൻ രാജീവേട്ടനോട് പെരുമാറിയ രീതികളൊക്കെ ശിശിര ഞെട്ടലോടെ ഓർത്തു. അന്ന് രാജീവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായി മുൻപന്തിയിൽ നിന്ന് ഒപ്പം കൂടെ നിന്ന് സഹായിച്ചിരുന്നതുമൊക്കെ ശിശിരയ്ക്ക് പകരം ഗോകുലും സമൃദ്ധിയുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് ഭയത്തോടെ ശിശിര രാജീവിനെ നോക്കുമ്പോൾ താനെന്ന് ചെയ്തു കൂട്ടിയതിനൊക്കെ ഇനി ഈ കാലമാളം തന്നോട് പകരം വീട്ടുമോ എന്നതായിരുന്നു ശിശിരയുടെ ആശങ്ക. ഉടനെ ശിശിര ഭയത്തോടെ രാജീവിനോട് രാജീവേട്ട ചായ എന്ന് പറഞ്ഞ് ആ ചായ രാജീവിന് നേരെ നീട്ടിയതും രാജീവ് ആ ചായ വാങ്ങിച്ച് ഒരു സിപ്പ് കുടിച്ചു. എന്നിട്ട് അത് തിരിച്ച് ശിശിരയ്ക്ക് നേരെ നീട്ടി. ദാ ഇത് നീ കുടിച്ചോ എന്ന് പറഞ്ഞ് ശിശിരയ്ക്ക് നേരെ ആ ചായ നീട്ടി ശിശിരയോട് കുടിച്ചോളാനായിട്ട് പറയുമ്പോൾ ഭയത്തോടെ ശിശിര നോക്കി നിൽക്കുന്നു. എന്താടി നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ചതും ശിശിര പേടിച്ച് ആ ഗ്ലാസ് വാങ്ങി അതിലെ ചായ മുഴുവൻ കുടിച്ചതും. അതിനുശേഷം രാജീവ് വളരെ ഗൗരവത്തോടെ തന്നെ ശിശിരയോട് പറഞ്ഞു, അതെ, എനിക്കൊന്ന് വീഴ്ച പറ്റിയപ്പോഴാണ് ഇവിടെയുള്ള പലരുടെയും സ്വഭാവം വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ തനി പോലീസുകാരനായി തന്നെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് രാജീവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു ശിശിര. ഈ സമയത്ത് രാജീവ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയും താൻ ഇന്നു മുതൽ ജോയിൻ ചെയ്യുകയാണ് എന്നറിയിച്ച് തനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായെന്നും പറഞ്ഞുകൊണ്ട് രാജീവ് അവിടെ ഇരുന്ന ആ ഷൂസിലേക്കൊന്ന് നോക്കി. ഷൂസ് ആകെ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് ശിശിര വേഗം തന്നെ ആ ഷൂസ് എടുത്തിട്ട് പറഞ്ഞു, അതെ, ഇതാകെ പൊടിയായി, ഞാൻ ഒന്ന് തൂത്തു തുടച്ചിട്ട് വരാമെന്ന് പറഞ്ഞതും രാജീവ് ആ ചെയറിലേക്ക് ഇരുന്നിട്ട് ശിശിരയോട് പറഞ്ഞു, അതെ, സമയം ഇനി അധികമില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം തൻ്റെ സാരി തലപ്പ് കൊണ്ട് തന്നെ ആ ഷൂസ് തുടച്ചു കൊടുക്കുകയാണ് ശിശിര. ഉടനെ രാജീവ് ചോദിച്ചു, ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇത് വലിച്ചു കയറ്റി ഇടണോടി എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ശിശിര ഭയത്തോടെ ആ ഷൂസ് രണ്ടും കാലിലിട്ട് കൊടുത്തു. ഇതത്ര ക്ലിയർ ആയില്ല, ഇതിലെ പൊടിയൊന്നും ശരിക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം തന്നെ റെഡിയാക്കാൻ രാജീവട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ തുടങ്ങിയ ശിശിരയോട്, വേണ്ട, ഇപ്പം ഇത് മതി, ഇനി എന്നും അങ്ങോട്ട് നീ തന്നെ നല്ല പളപളാന്ന് പോളിഷ് ചെയ്ത് തരണം, അത് നല്ല പളപളാന്നിരിക്കുകയും വേണം, വെട്ടിത്തിളങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ശരി രാജീവേട്ട എന്ന് ശിശിര തല കുലുക്കുകയും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേടി എന്ന് ചോദിച്ചതും ആയി രാജീവേട്ട എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ച് അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് ശിശിര താഴേക്ക് ഓടി വരുന്നു. അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഗോകുലിനടുത്ത് ഭക്ഷണം വിളമ്പിക്കൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശോഭ അടുത്ത് നിന്ന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ശിശിര ഓടി വരുന്നത്. ഈ കാഴ്ച കണ്ട് ഉടനെ എന്താ കാര്യമെന്ന് ശോഭ അന്വേഷിച്ചു. അപ്പോഴേക്കും രാജീവ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ, രാജീവേട്ടൻ എന്ന് പറഞ്ഞ് ഞെട്ടലോടെ ശിശിര മുകളിലേക്ക് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാനായി ഗോകുലും അർച്ചനയുമൊക്കെ മുകളിൽ സ്റ്റെയറിൽ ഇറങ്ങി വരുന്ന രാജീവിനെ നോക്കി. യൂണിഫോമിൽ താഴേക്ക് ഇറങ്ങി വരുന്ന രാജീവിനെ കണ്ട് എല്ലാവർക്കും ആകെ അതിശയമായി. ഉടനെ ഗോകുൽ ചോദിച്ചു, കൊള്ളാലോ അളിയ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അരികിലേക്ക് എത്തി, അളിയ, സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരണം തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കണം, അത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് രാജീവ്
ഗൂഗിളിനോട് അറിയിച്ചു. എന്തായാലും സന്തോഷമായി അളിയാ. അളിയനെ വീണ്ടും ഈ യൂണിഫോമിൽ കാണാൻ കഴിഞ്ഞതിൽ. എന്തായാലും ഇനി അങ്ങോട്ട് സത്യത്തിനും നീതിക്കും നീതിക്കും മാത്രം നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് രാജീവിനോട് അത്രമാത്രമേ തനിക്ക് പറയാനുള്ളൂ എന്ന് ഗൂഗിൾ അറിയിക്കുമ്പോൾ അത് കേട്ട് രാജീവ് പറഞ്ഞു, തീർച്ചയായിട്ടും അളിയാ. ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. ഇത്രയും നാളും ഉണ്ടായിരുന്ന രാജീവിനെയല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്ന് രാജീവ് അറിയിച്ചു. ഇനി എനിക്കൊരു വീഴ്ച സംഭവിച്ചപ്പോഴാണ് ഞാൻ ഈ കുടുംബത്തിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കിയതെന്ന് രാജീവ് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് രാജീവ് ശോഭയോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടതും രാജീവിനോട് ശോഭ പറഞ്ഞു, മോനെ നിനക്ക് എന്നും നല്ലത് തന്നെ വരട്ടെ. എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും നിനക്കൊപ്പം ഉണ്ടാവുമെന്ന് ശോഭ മറുപടി പറയുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, അതെ, ഇനിയും ഈ യൂണിഫോമിൽ അളിയൻ ആ പഴയ യൂണിഫോമിൽ കയറിയപ്പോഴാണ് ആ പഴയ ഐശ്വര്യം തിരികെ വന്നത്. ഇനി ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മതിയെന്ന് ഗൂഗിൾ അറിയിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ഇത് വല്ലാത്തൊരു മാറ്റം തന്നെയായി പോയി കേട്ടോ. ഇത് ഒരു സൂചന പോലും ഞങ്ങൾക്ക് തന്നിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യയെ പോലും എന്നെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കിയത് നിങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവും അളിയനും മാത്രമാണ്, അളിയനും അളിയൻ്റെ കുടുംബവുമാണ് എനിക്ക് വലുത്. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തരാൻ പോലും തയ്യാറാണ് എന്ന് രാജീവ് പറയുമ്പോൾ അത് കേട്ട ഗൂഗിൾ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും രാജീവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. രാജീവിൻ്റെ ജോലിയിൽ രാജീവ് ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നിലനിൽക്കുക അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഗൂഗിൾ രാജീവിനോട് അറിയിച്ചു. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യുകയാണെന്നും ഇന്ന് ഇങ്ങനെ ഒരു റീജോയിനിങ്ങിൻ്റെ കാര്യം ആരെയും അറിയിക്കാതെ ഇങ്ങനെ എല്ലാവരെയും ഞെട്ടിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഗൂഗിൾ തൻ്റെ അരികിൽ നിൽക്കുന്ന പെങ്ങൾ ശിശിരയെ നോക്കി. അപ്പോഴേക്കും ശിശിരയുടെ മുഖത്ത് മാത്രം ആ സന്തോഷം കാണാത്തത് കൊണ്ട് ഗൂഗിൾ ശിശിരയോട് ചോദിച്ചു, എന്തുപറ്റി ശിശിരെ, നിനക്കെന്താടി സന്തോഷമില്ലാത്തത്? സത്യത്തിൽ നീയല്ലേ സന്തോഷിക്കേണ്ടത്, എന്നിട്ട് നിന്റെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്തുനിന്ന് അർച്ചന പറഞ്ഞു, അത് ഒരു പക്ഷേ രാജീവ് റീജോയിൻ ചെയ്യുന്ന വിവരം നേരത്തെ പറയാതിരുന്നതിൻ്റെ വിഷമായിരിക്കും ശിശിരടുത്തേക്ക്, അല്ലെ ചേച്ചി എന്ന് അർച്ചന അന്വേഷിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ശിശിര അങ്ങനെ നിന്നു. ഈ സമയത്ത് ആരതി വർമ്മയെ കാണുവാനായി സച്ചി എത്തി. ആരതിയോട് സച്ചി പറഞ്ഞു, വക്കീലെ, ഞാനിനി കൂടുതൽ സങ്കടപ്പെടുന്നൊന്നുമില്ല. കാരണം എനിക്കിപ്പോൾ വിശ്വാസമായി എൻ്റെ അർച്ചനയും കുഞ്ഞും എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. അതിനുള്ള സൂചനയല്ലേ വക്കീലെ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ അതല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് സന്തോഷത്തോടെ സച്ചി ചോദിക്കുന്നത് കേട്ട് ആരതി ചോദിച്ചു, എന്ത് സംഭവിച്ചുവെന്നാണ് സച്ചിയെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സച്ചി, എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പം ആരതിയോട് സച്ചി പറഞ്ഞു, പിന്നല്ലാതെ അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞപ്പോൾ ആ കറുകമാല അത് എൻ്റെ കഴുത്തിലാണ് വന്ന് വീണത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് കൃത്യമായി എൻ്റെ കഴുത്തിലാണ് വന്ന് വീണത്. അതുതന്നെ ഒരു ശുഭസൂചനയല്ലേ വക്കീലേ? എൻ്റെ അർച്ചനയും കുഞ്ഞും എന്നിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നുള്ളതിൻ്റെ അടയാളമല്ലേ അത് എന്ന് ചോദിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സച്ചിയോട് ഉടനെ അത് കേട്ട് നിന്ന ആരതി പറഞ്ഞു, എൻ്റെ സച്ചി ഇങ്ങനെയൊക്കെ എടുത്തു ചാടി പറയല്ലേ, അത് ചിലപ്പോൾ അബദ്ധത്തിൽ വന്ന് സംഭവിച്ചായിരിക്കും. അത് ആ വഴിപാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് വെച്ച് അത് സച്ചിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായി സച്ചി ചിന്തിക്കുന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്താ വക്കീൽ ഇങ്ങനെ പറയുന്നത്? ഞാനേ ആ ഗൂഗിൾ സാറിൻ്റെ അരികിലേക്ക് പോയി കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ തന്നെ തയ്യാറായി നിന്നതായിരുന്നു. പക്ഷേ വക്കീൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അമാന്തിച്ചു നിന്നത്. ഇനി എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് കാത്തു നിൽക്കാൻ വയ്യ. ഉടനെ തന്നെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അർച്ചനയും കുഞ്ഞിനെയും എനിക്ക് നിയമപരമായി തന്നെ തിരികെ നേടണമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആരതി പറഞ്ഞു, സച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. നിയമപരമായി സച്ചിയുടെ നേട്ടങ്ങൾ തിരികെ പിടിക്കാനായി സച്ചിയുടെ സ്വന്തം ആയിട്ടുള്ളതെല്ലാം തിരിച്ചു പിടിക്കാനായി ശ്രമിക്കുമ്പോൾ ഒന്ന് സച്ചി മറന്നു പോകുന്നു. ഇപ്പോഴും അർച്ചനയ്ക്ക് സച്ചിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സച്ചിയുടെ മോളും. ഇത്രയും നാളും ആ കുഞ്ഞ് സച്ചിയുടെ അരികിൽ നിന്ന് പോകുമ്പോൾ അതിന് ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് സച്ചിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായ ദിവസം മുതൽ ആ കുട്ടി തിരിച്ചറിവ് വന്ന കാലം മുതൽ അച്ഛ എന്ന് വിളിക്കുന്നത് മറ്റൊരാളെയാണ്. അത്ര പെട്ടെന്നൊന്നും ആ വിളി മാറ്റാനോ അത്ര പെട്ടെന്ന് സച്ചിയെ ഉൾക്കൊള്ളാനോ ആ കുട്ടിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ സച്ചി പറഞ്ഞു, ഇല്ല വക്കീലെ, എനിക്ക് എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു പിടിക്കണം. എനിക്ക് എൻ്റെ അർച്ചനയെയും കുഞ്ഞിനെയും തിരിച്ചു വേണം. അതിന് ഞാൻ എന്തും ചെയ്യും. അതിന് ഇനി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബം തിരിച്ചു വേണം.
അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്തായാലും വക്കീൽ കരുതുന്നത് പോലെ അത്ര നിസ്സാരമായി എനിക്ക് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഇല്ല നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഇനി ഏത് വിധേനയും ഞാൻ അവരെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. വക്കീൽ പറഞ്ഞതിൻ്റെ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇതുവരെ ഒരു നീക്കവും നടത്താതിരുന്നത്. പക്ഷേ ഇനിയും വക്കീൽ ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് സജി അറിയിച്ചു. എല്ലാം കേട്ടതോടെ സച്ചിയോട് ആരതി പറഞ്ഞു, സച്ചി, ഒരു കാര്യം സച്ചി മനസ്സിലാക്കണം. ഗോകുൽ സാറ് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരിക്കലും ഒരു കളവ് കാണിക്കുകയോ മറ്റൊരാളെ തടങ്കലിൽ വിളിക്കാനോ മറ്റൊരാളെ ഈ രീതിയിൽ തൻ്റെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കൊണ്ടുവരാനോ ഒരിക്കലും ശ്രമിക്കുന്ന ഒരാളല്ല. സച്ചി കരുതുന്ന പോലെ ഒരു പേഴ്സണാലിറ്റി അല്ല ഗോകുൽ സാറിൻ്റെത്. അതുകൊണ്ട് തന്നെ സച്ചി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമുക്ക് ഇപ്പോൾ തുടങ്ങേണ്ടത് ഈ ഭാഗത്തു നിന്നല്ല നമ്മുടെ അന്വേഷണവും നമ്മുടെ നീക്കങ്ങളും നടത്തേണ്ടത്. മറിച്ച് എങ്ങനെയാണ് അർച്ചനയ്ക്ക് ഈ ഓർമ്മകൾ നഷ്ടമായത്, അവിടെ മുതൽ വേണം നമ്മൾ ഇനിയുള്ള നീക്കങ്ങൾ നടത്താൻ. പ്രത്യേകിച്ച് എങ്ങനെയാണ് അർച്ചന ഗോകുൽ സാറിൻ്റെ ഭാര്യയായി ഈ 10 വർഷക്കാലം ജീവിച്ചത് എന്നത്. അത് ഒരു ചെറിയൊരു കാലയളവല്ല അങ്ങനെ ഒരു ജീവിതം നയിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയാണ് സച്ചി, സച്ചിയുടെ ഭാര്യയാണ് അർച്ചനയെങ്കിൽ എങ്ങനെ ഗോകുൽ സാറിൻ്റെ ഭാര്യയായി അർച്ചന മാറി എന്നതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി സച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണം. എങ്ങനെ ഗോകുൽ സാറിൻ്റെ ഭാര്യയായി അർച്ചന മാറി എന്നതിൻ്റെ ആ ഒരു സ്റ്റേജ് മുതൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും സച്ചി ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ സത്യങ്ങളൊക്കെ ഗോകുൽ സാറിനോട് തന്നെ ഒന്ന് ചോദിച്ച് സംസാരിക്കട്ടെ. സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും. സാറുമായി ഞാനൊന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് വേണ്ട നീക്കങ്ങൾ നടത്താമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടെ സച്ചി പറഞ്ഞു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല വക്കീലെ. എത്രയും വേഗം ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേ തീരും. എൻ്റെ അർച്ചനയെയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു വേണം. അതിന് ഇനി ഒരു മാറ്റവും വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവരെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ തീരൂ. അവരില്ലാതെ എനിക്കിനൊരു ജീവിതം ഇല്ല എന്ന് സച്ചി അറിയിക്കുമ്പോൾ വക്കീലിൻ്റെ ഈ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയും വക്കീൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെതായ വഴി സ്വീകരിക്കും തീർച്ചയായും എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ആരതി ആകെ നിരാശയോടെ ചിന്തിച്ചു. സച്ചിയുടെ അർച്ചനയെയും കുഞ്ഞിനെയും തിരികെ നേടുമ്പോൾ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെയാണ്. എങ്കിലും സച്ചിയുടെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടതേ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സച്ചിയുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആരതി ചിന്തിച്ചു. അതുകൊണ്ട് എത്രയും വേഗം ഗോകുൽ സാറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് സാറിനെ കണ്ട് സംസാരിക്കണമെന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും ആരതി തീരുമാനിച്ചു. അപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി ഹോസ്പിറ്റലിലേക്ക് അവന്തികയെ എത്തിച്ചതിന് ശേഷം അവന്തിക ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അവന്തികയുടെ ആ അവസ്ഥ കണ്ട് ആകെ വിഷമത്തോടെ ചിപ്പിമോൾ അരികിലേക്ക് ഓടിയെത്തി അമ്മേ എന്ന് വിളിക്കുകയും അടുത്ത് മൂർത്തി അവന്തിക ഉണരുന്നതിനായി കാത്തിരുന്നു. ഉടനെ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോഴേക്കും അരികിലേക്ക് എത്തി ചിപ്പിമോൾ ചോദിച്ചു, ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട, അത് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായതാണ്, എന്തോ പേടിച്ചു, അതുകൊണ്ട് സംഭവിച്ചതാ, ഇപ്പം തന്നെ അമ്മ ഉണർന്നോളും കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്ന് ഗോകുലും അർച്ചന അന്വേഷിച്ചപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബോധം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവന്തിക തൻ്റെ മനസ്സിൽ ആ സർപ്പക്കളത്തിൽ തെളിഞ്ഞു വന്ന ആ ദേവനാഗത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. പെട്ടെന്ന് പാമ്പ് എന്ന് പറഞ്ഞ് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ അവന്തിക അടുത്ത് വന്ന ചിപ്പിമോള് പോലും ഞെട്ടിപ്പോയി. അമ്മേ എന്താ അമ്മേ എന്ന് ചിപ്പി അരികിലേക്ക് വന്ന് ചോദിക്കുമ്പോഴേക്കും ബഹളം കേട്ട് നേഴ്സ് അവിടേക്ക് ഓടിയെത്തി. എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും പാമ്പ് എന്നതായിരുന്നു അവന്തികയുടെ മറുപടി. അത് കേട്ടതോടെ നേഴ്സ് പറഞ്ഞു, മേഡം ഇപ്പം സർപ്പക്കാവിലല്ല, ഹോസ്പിറ്റലിലാണ്, ഇവിടെ ഒരു പാമ്പും ഇല്ല, മേഡം ധൈര്യമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം ഡോക്ടർ എന്താണെന്ന് പറഞ്ഞോളുമെന്നും ഡിസ്ചാർജ് ആണോ ഇല്ലയോ എന്ന് ഡോക്ടർ പറഞ്ഞോളുമെന്ന് പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മൂർത്തിയെ നോക്കി ആകെ ടെൻഷനോടെ നോക്കിയ അവന്തിക തൊട്ടടുത്ത് നിന്നിരുന്ന അവന്തിക്ക് തൊട്ടരികിൽ നിന്ന അർച്ചന അവന്തിക്ക് അരികിലേക്ക് എന്ന് ചോദിച്ചു, അല്ല എന്ത് പറ്റിയ അവന്തിക്ക് ഇത്ര പെട്ടെന്ന് പേടിച്ച് വീഴാൻ എന്താ സംഭവിച്ചത്? ഇത്രയും ധൈര്യമൊക്കെ ഉള്ളോ അവന്തിക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും ധൈര്യത്തിൻ്റെ കുറവല്ല, പക്ഷേ എന്തോ ഒരു സർപ്പമോ മറ്റോ അവിടെ വെച്ച് എൻ്റെ മുന്നിൽ വന്നു, അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഞെട്ടി വീണതെന്ന് അവന്തിക അറിയിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഇത്രയും മനക്കെട്ടിയില്ലാത്ത ഒരാളാണ്
അവന്തികയെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവന്തിക ഒരു ധൈര്യശാലിയാണെന്നാണ് ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത് എന്നൊക്കെ അർച്ചന പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ ദേഷ്യത്തോടെ അർച്ചന അവന്തികയോട് അറിയിച്ചു, അവിടെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയാണ് നാഗങ്ങൾ നിനക്ക് നൽകിയിരിക്കുന്നത്. നീ ആ സർപ്പക്കളത്തിൽ വന്ന് ചെയ്തു കൂട്ടിയതും അത്തരം മോശം പ്രവൃത്തികളല്ലേ. അതിനുള്ള ശിക്ഷ നിനക്ക് കൂടിയേ തീരൂ എന്ന് അവന്തികയെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർച്ചന നിന്നു. എത്രയും വേഗം നീ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് നേടിത്തന്നിട്ട് വേണം എനിക്ക് എൻ്റെ കുഞ്ഞുമായി സച്ചിയുടെ അരികിലേക്ക് തിരികെ പോകാൻ എന്ന് അർച്ചന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തികയോടും ചിപ്പിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഗോകുലിനോടൊപ്പം മടങ്ങുന്നു. പിന്നീട് വീട്ടിലേക്ക് എത്തിയ അവന്തികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കാഴ്ചയായിരുന്നു അവിടേക്ക് എത്തിയത്. അവന്തിക വീട്ടിലേക്ക് വന്നെത്തിയതും അവന്തിക്ക് മുന്നിലേക്ക് എത്തിയത് അവന്തികയെ ഭയപ്പെടുത്തുന്ന ആ ഒരു വാർത്തയുമായി രാജീവായിരുന്നു. രാജീവിനെ കണ്ടതോടെ ആ പഴയ പോലീസ് യൂണിഫോമിൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന രാജീവിനെ കണ്ട് ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക. ഇനി ശത്രുക്കളെല്ലാവരും ഒന്നിച്ച് തനിക്കെതിരെ പോരാട്ടത്തിനായി ഇറങ്ങി പുറപ്പെടുമെന്നും ഇനി തൻ്റെ നിലനിൽപ്പ് ഇല്ലാതാകാൻ പോകുന്നുവെന്നും എല്ലാവരുടെയും സർവനാശം മാത്രമാണ് ഇനി തൻ്റെ ലക്ഷ്യമെന്നും അതോടെ അവന്തിക മനസ്സിലുറപ്പിച്ചു.